ഇന്നിപ്പോൾ ഞാൻ എണീറ്റ് വന്ന വശം വിളക്ക് കത്തിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ 5 മണിക്ക് എണീറ്റ് വന്ന കാരണം ഞാൻ പിന്നെ ഉണ്ണിയൊക്കെ എണീറ്റ് വരണ ആ ഒരു ടൈമിലൊക്കെ കത്തിക്കാൻ കരുതി. അങ്ങനെ ഞാൻ കിച്ചണിലത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോഴും ഇവിടുത്തെ പൂവ് നേരാക്കൽ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പൂവിടലാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലത്തെ ഡിസൈനൊന്നും വരച്ചിടാനുള്ള ഒരു ടൈമും കിട്ടിയില്ല കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞപ്പൂവും മഞ്ഞ ചുണ്ടുമേലും ഓറഞ്ച് ചുണ്ടുമേലും ഒരുപാടുണ്ടായിരുന്നു. ബാക്കി പൂ കുറച്ച് കുറവായി. കാരണം ഞാൻ വിഷ്ണു കൊണ്ടുവരും വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല. വിഷ്ണുവിനാണെങ്കിൽ അന്ന് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. നാട്ടിലേക്ക് എല്ലാ പൂവും കയറ്റി വിടുന്ന കാരണം ബാംഗ്ലൂരിൽ നിന്ന് പൂ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജിയും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഒരുവിധം ഒക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ അപ്പോഴേക്കും ഉണ്ണീനെയും സച്ചുവിനെയും വിഷ്ണുവിനെ അമ്പലത്തേക്ക് വിട്ടു കേട്ടോ. കാരണം സച്ചുവിൻ്റെ നാളാണ്, എനിക്ക് പോകാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ഇന്ദു അവൾ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ തറവാട് അവിടെയാണ് കേട്ടോ ചേട്ടൻ്റെ. അങ്ങനെ അവർ പെട്ടെന്ന് വന്നു. ഞാൻ കേക്കിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അവളാണ് കേട്ടോ. അങ്ങനെ അവർ വന്നു. പിന്നെ ചേട്ടൻ ഫസ്റ്റ് ടൈം അവിടെ വരണത്. അങ്ങനെ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ ചേട്ടൻ കണ്ട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അവർ വേഗം പോവും ചെയ്തു കേട്ടോ. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ നിൽക്കുക, അവർ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗം പോവും ചെയ്തു കേട്ടോ. പിന്നെ ബാക്കി വീഡിയോസ് ഞാൻ വ്ളോഗിൽ ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.